തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമര പറഞ്ഞിരിക്കുന്നു എന്നുകൂടിയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ചെന്താമര ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴുള്ള ചെന്താമരയുടെ ഒരു ഭാവം എന്തായിരുന്നു? ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, പിടികൂടുമ്പോൾ നിസ്സംഗനായി നിന്ന ചെന്താമരയെ ഇപ്പോൾ കോടതി മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെന്താമരയുടെ ഒരു ഭാവം എന്താണ്? ചെന്താമര എന്താണ് പറഞ്ഞത്? കോടതിയുടെ വിധിന്യായത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? സിജു, യാതൊരു പശ്ചാത്താപവും മനസ്താപവും ഇല്ലാതെ വിധിന്യായം കേട്ട ചെന്താമരയോട് കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. കാരണം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. അതിനുശേഷമാണ് ആ വിധിന്യായത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ചെന്താമര തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ്. അത് മാത്രമാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു മറുപടി. അത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സാധാരണ ചോദിക്കുക. അപ്പോഴൊക്കെ പ്രതി ഞാൻ കുറ്റക്കാരനല്ല എന്നും മറ്റേതെങ്കിലും തരത്തിൽ ഈ ശിക്ഷ ഇളവ് നൽകണം എന്ന് ആവശ്യപ്പെടുകയും, പക്ഷേ ഇവിടെ ആ പതിവ് തെറ്റിച്ചിട്ട് തന്നെ തൂക്കിക്കൊന്നുള്ളൂ എന്നാണ് കോടതിയോട് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിന്റെ വാദം നടക്കുമ്പോൾ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, ഒരു തരത്തിലുള്ള പശ്ചാത്താപവും മനസ്താപവും പ്രതി ഒരു ഘട്ടത്തിലും കാണിച്ചിരുന്നില്ല എന്നതാണ്. പലരും സാക്ഷികൾ മൊഴി പറയുമ്പോഴൊക്കെ അവരെ ക്രൂരമായി നോക്കുകയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ നോക്കുകയൊക്കെയായിരുന്നു ചെന്താമര ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോഴും ചെന്താമരയുടെ ഭാവം. ഇപ്പോൾ ഈ കോടതി മുറിക്ക് എത്തുമ്പോഴും താൻ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുമ്പോൾ, അതായത് രണ്ടാമത്തെ കേസിലെ ഇരട്ട കൊലപാതക കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കുമ്പോഴും ചെന്താമര ഒരു കൂസലുമില്ലാതെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം കോടതി ചോദിച്ച് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്നാണ്. അപ്പോഴാണ് തിരിച്ച് മറുപടി പറഞ്ഞത് തന്നെ തൂക്കിക്കൊന്നുള്ളൂ, വധശിക്ഷ വിധിച്ചോളൂ എന്ന തരത്തിൽ ചെന്താമര മറുപടി പറഞ്ഞിരിക്കുന്ന കോടതി അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുകൂടെ കേട്ടതിന് ശേഷമാണ് കോടതി ശിക്ഷാവിധിയിലേക്ക് കടക്കുക എന്നതാണ്. ഇരട്ട ജീവപര്യന്തമായതുകൊണ്ട് ഇരട്ട ജീവപര്യന്തം ഒടുവിൽ നേരത്തെ വിധിക്കുകയും ആ ശിക്ഷാവിധി അനുഭവിക്കുകയും ചെയ്ത കാലയളവിലാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും വന്ന് പ്രതി കുറ്റം ചെയ്തത് എന്നതുകൊണ്ട് അതേ സാഹചര്യം അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ബാക്കി ഉണ്ടായിരുന്ന അമ്മയെയും ഭർത്താവിനെയും വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതേ സാഹചര്യത്തിൽ അതേ വീട്ടിൽ ചെന്ന് അത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് കൊണ്ട് തന്നെ ഈ കേസിൽ അദ്ദേഹത്തിന് വധശിക്ഷ തന്നെ വിധിക്കും എന്ന് നേരത്തെ പ്രതീക്ഷിച്ചെന്നാണ് പ്രോസിക്യൂഷനും അത് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ശിക്ഷാവിധിയിലേക്ക് കോടതി കടക്കും. എന്തായാലും വളരെ അപൂർവമായി പ്രതി ഇക്കാര്യത്തിൽ സാധാരണ പ്രതികളിൽ നിന്ന് വിഭിന്നമായി പ്രതി ഇക്കാര്യത്തിൽ തന്നെ തൂക്കിക്കൊന്നുള്ളൂ എന്നാണ് ഇപ്പോൾ വിചാരണ കോടതിയിൽ അതിവേഗ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. സിജു, അതായത് ഇത്തരമൊരു കൃത്യം നടത്തിയാൽ, വീണ്ടും ഒരു കൊലപാതകം, ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയാൽ പിടിക്കപ്പെടുമെന്നും പിടിക്കപ്പെട്ടാൽ ശിക്ഷ ഉറപ്പാണെന്നും ചെന്താമരയ്ക്കറിയാം. പക്ഷേ കൊലപാതകം നടത്തുക എന്ന് തന്നെയാണ്, അതാണ് ഒരു കുടില മനസ്സിൻ്റെ, ക്രൂര മനസ്സിൻ്റെ ഒരു പ്രതിഫലനമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതായത് കൃത്യമായ, നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയതുപോലെ തന്നെ അന്ധവിശ്വാസവും അതോടൊപ്പം തന്നെ പകയും, നാളുകളോളം മനസ്സിൽ കൊണ്ടുവച്ച പക, അതിൻ്റെ ഒടുവിൽ രണ്ടാമത് 2 കൊലപാതകങ്ങൾ നടത്തുന്ന, പട്ടാപ്പകൽ നടത്തിയ കൊലപാതകങ്ങൾ, അങ്ങനെ ഒരു വിചിത്ര മനസ്സിലുടമയായ, ക്രൂര മനസ്സിലുടമയായ ചെന്താമര കോടതിക്കുള്ളിലും പറഞ്ഞിരിക്കുന്നു തന്നെ തൂക്കിക്കൊന്നോളൂ, താൻ കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റസമ്മതം നേരത്തെ തന്നെ നടത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് ചെന്താമര നിൽക്കുന്നതെന്നാണ് സന്തോഷ് സർലിംഗ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. മറ്റു കേസിൽ 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് ചെന്താമര ഇപ്പോൾ. ഇതിനിടെയാണ് ആദ്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് 2 കൊലപാതകങ്ങളും നടത്തുകയും ചെയ്തത്. ചെന്താമര എന്ന കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. ചെന്താമര തന്നെ താൻ തന്നെയാണ് കുറ്റകൃത്യം നടത്തിയത്, അതിൽ മനസ്താപമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും 1.5 വർഷത്തിന് ശേഷം, ആ പോത്തുണ്ടി ഇരട്ട കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷം ഒരു വിധി വന്നിരിക്കുന്നു. പ്രതി ചെന്താമര കുറ്റക്കാരൻ തന്നെയാണ്. ഇനി ശിക്ഷാവിധി എന്തെന്ന് അറിയാനാണ് കാത്തിരിക്കേണ്ടത്. അത് എന്നാണ് പ്രഖ്യാപിക്കുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും വിധിന്യായത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ വിലയിരുത്താവുന്ന ഒരു കേസാണ്. കോടതി അത്തരത്തിലുള്ളൊരു പരാമർശം വിധിന്യായത്തിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ടോ എന്ന് കൂടിയാണ് അറിയേണ്ടത്. കാരണം 2019 നിന്ന് 2025 ഒരു കൊലപാതകം നടത്തിയിട്ട് അതിൽ മതിവരാതെ, ഒരു മനസ്താപവും ഇല്ലാതെ വീണ്ടും ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയ അതീവ ക്രൂരനായ ഒരു കൊലയാളി, ആ ചെന്താമരയ്ക്ക് ഉചിതമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷനും ആ ചെന്താമര, അതായത് സുധാകരൻ്റെയും ലക്ഷ്മിയുടെ ചെറുമക്കളും സുധാകരൻ്റെ മക്കളും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പട്ടാപ്പകൽ ഈ സുധാകരൻ്റെ വീട്ടിലെത്തി കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും ഉണ്ടായത്. ഏതായാലും ആ കൊലപാതകയ്ക്ക് ഉചിതമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്.